ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മഴയാന്ന്. വെറുതെ ഒന്ന് വിൻഡോ തുറന്ന് നോക്കിയപ്പോൾ ഹെയിൽ സ്റ്റോംസ് അല്ലെങ്കിൽ ആലിപ്പഴം വീഴുന്നത്. അപ്പം തന്നെ ഓടി താഴെ പോയി. പക്ഷെ കണ്ടില്ലേ, കണ്ടത് ആപ്പാടെ കുറച്ച്. നോക്കിയപ്പോൾ പുറകിലൊരാൾ നിൽക്കുന്നു. മോള് ഈ മഗ്ഗൊക്കെ പിടിച്ച് നിൽക്കുന്നു. മഗ്ഗിൻ്റെ അകത്ത് കണ്ടതാണേ. ഞാനപ്പോൾ ചിന്തിച്ച്, ബാംഗ്ലൂരിൽ ഈ ഇടയ്ക്ക് ആലിപ്പഴം വീണ് അതിങ്ങനെ കുറേ നേരം അവിടെ കിടന്നെന്നാണ് കേട്ടത്. പക്ഷേ ഇത് കണ്ടോ, ഭയങ്കര ചെറുതാണ്, പെട്ടെന്ന് മെൽറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് മോളുടെ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ. അവിടെ ഒരു ഉക്കുലേലി എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയാൽ തിരിച്ച് വീട്ടിൽ വന്ന് ലഞ്ചിനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ 2 ഏത്തക്ക ഉണ്ടായിരുന്നു, പച്ചക്ക. അപ്പോൾ പച്ചക്ക വെച്ച് ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്കിതിന് വേണ്ടി. പച്ചക്ക എടുക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് വേവിച്ച് വരുമ്പോഴേക്ക് ഈ വെള്ളമൊക്കെ പറ്റി അതൊന്ന് വെന്ത് കിട്ടും. കണ്ടോ, ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആവും. വെള്ളം ചെറുതായിട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിക്കളയുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക, അതിലേക്ക് സവോളയും അതേപോലെ തന്നെ പച്ചമുളക്, കരിവേപ്പില, ഇത് ഇത്രയും സാധനങ്ങളും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയായിട്ട് ഇരിക്കുന്ന ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ഇടാവേ. എന്നിട്ട് കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ ഇടുന്നത് നല്ലതാണ്. ഞാൻ ഉണക്കമുളകും ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഏത്തക്ക സ്റ്റിർ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഹെൽത്തിയാണ്, പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് വലിയ ഓവറായിട്ട് മസാലകളൊന്നും തന്നെ ഇല്ല, ഭയങ്കര ലൈറ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഇവിടെ ഒരു മലയാളി ഷോപ്പുണ്ട്, അവിടെ ചെന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ലഞ്ചിന് റെഡിയാക്കിയത് ഈ കറി ഉണ്ടായിരുന്നു, ചോറ് റെഡിയാണ്, പിന്നെ സാമ്പാർ, അതുകൂടാതെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഏത്തക്ക സ്റ്റിർ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ ഒരു അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അച്ചാറും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. നാരങ്ങയും ഡേറ്റ്സും കൂടി ഇട്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. നമുക്കൊരു ദിവസം ഈ റെസിപ്പിയും കൂടെ നോക്കാവേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയായി, ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 2 ഡേയ്സേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ തീരാറായി. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിച്ച് നല്ലൊരു ലഞ്ചും കൂടെ ആയിരുന്നു. അപ്പോൾ ഇനിയൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.